ന്യൂസ് സ്കാൻ മീഡിയയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെയും വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി 900 കോടി രൂപയോളം ധനവകുപ്പ് അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 1600 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനാണെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയത്. ജനുവരി മാസം മുതലുള്ള 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്നും അത് ഉടനെ തന്നെ ഗുണഭോക്താക്കൾക്ക് തുല്യഗഡുക്കളായി നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതത് മാസത്തെ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ഷന് മുൻപ് 3 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. മെയ് മാസത്തിലും 1 മാസത്തെ പെൻഷൻ തുക നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജൂൺ മാസത്തിൽ 1 മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വീതം ഇപ്പോൾ വിതരണം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ജൂൺ 27 മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും ഇന്നലെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരുന്നില്ല. DBT സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നാണ് വ്യക്തമാക്കിയത്. അതിനാൽ ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്നും നാളെയുമായി പെൻഷൻ തുക എത്തിച്ചേരും. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ച് 1100, 1300, 1400 എന്നിങ്ങനെയായിരിക്കും ഇപ്പോൾ അക്കൗണ്ടിലെത്തുക. തുടർന്ന് കേന്ദ്ര വിഹിതം ലഭ്യമാകുമ്പോൾ കുറവ് വന്ന 200 മുതൽ 500 രൂപ വരെയുള്ള തുക പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നും നാളെയുമായി തുക ലഭിക്കുമെങ്കിലും വീടുകളിലെത്തി പെൻഷൻ തുക സർവീസ് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് കൈകളിലേക്ക് നൽകുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും തുക കൈകളിലേക്ക് എത്തിച്ചേരുക. അതിന് കാരണം സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക. ക്ഷേമ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2024 മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസത്തിനുള്ളിൽ 1600 വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ജൂൺ 25 ആദ്യ ദിവസം തന്നെ 1 ലക്ഷത്തോളം പേർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നു. ആധാർ കാർഡുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി 30 രൂപ ഫീസ് നൽകി ബയോമെട്രിക് മെഷീനിൽ കൈവിരലമർത്തിയോ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഓഗസ്റ്റ് 24-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തടയുന്നതാണ്. പിന്നീട് എന്നാണോ 2024 മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ആ മാസം മുതലുള്ള പെൻഷനായിരിക്കും ലഭിക്കുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.